പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2018 ജൂലൈ 22 നടന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ 30 ചോദ്യോത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ മുൻകാല ചോദ്യോത്തര വിശകലനം ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അതിനാൽ വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ PSC മുൻകാല ചോദ്യോത്തര വിശകലന ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തു കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 063/2018. മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഹു വാസ് ഗിവൻ ദ ടൈറ്റിൽ ഓഫ് കവിതിലകം ബൈ മഹാരാജ ഓഫ് കൊച്ചി? അതായത് കൊച്ചി രാജാവ് ആർക്കാണ് കവിതിലകം പട്ടം നൽകി ആദരിച്ചത്? ആരെയാണ് കൊച്ചി രാജാവ് കവിതിലകം പട്ടം നൽകി ആദരിച്ചത്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പനെയാണ്. പണ്ഡിറ്റ് കറുപ്പനെയാണ് കൊച്ചി രാജാവ് കവിതിലകം ബഹുമതി നൽകി ആദരിച്ചത്. അതുപോലെ തന്നെ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ ബഹുമതി നൽകിയും ആദരിച്ചു. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വിദ്വാൻ ബഹുമതി നൽകി പണ്ഡിറ്റ് കറുപ്പനെ ആദരിച്ചു. കേരള എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഇവയൊക്കെ PSC മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അതിനാൽ പഠിച്ചു വെക്കുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ദ ബുക്ക് മോക്ഷപ്രദീപം ഈസ് ഓതേർഡ് ബൈ? അതായത് മോക്ഷപ്രദീപം എന്ന പുസ്തകം രചിച്ചത്, മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത്. അതുപോലെ തന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഈ രണ്ട് കൃതികളും PSC മാറി മാറി ചോദിക്കുന്നവയാണ്. അതിനാൽ തീർച്ചയായും പഠിച്ചു വെക്കുക, മാറിപ്പോകരുത്. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗിയും മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികളും. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വേർ ഈസ് ദ ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് ബ്രഹ്മ സമാജ് സ്റ്റാർട്ടഡ് ഇൻ കേരള? അതായത് കേരളത്തിൽ ആദ്യമായി എവിടെയാണ് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ ആരംഭിച്ചത്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ ആദ്യമായി സ്ഥാപിച്ചത്. 1898 കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ ആദ്യമായി സ്ഥാപിച്ചത്. 1898 ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത്. കേരളത്തിലെ പ്രചാരകൻ അയ്യത്താൻ ഗോപാലനായിരുന്നു. ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ പ്രചാരകൻ അയ്യത്താൻ ഗോപാലനായിരുന്നു. ഇത് PSC ചോദിക്കാറുണ്ട്. അടുത്ത നാലാമത്തെ ചോദ്യം, ദ ഓൺലി വൺ ഡിസ്ട്രിക്റ്റ് ഇൻ കേരള പ്രൊഡ്യൂസ് ടൊബാക്കോ? അതായത് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് പുകയില കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് പുകയില കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാട് ജില്ലയിലാണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഈസ് ഉകായ് ഡാം ലൊക്കേറ്റഡ്? അതായത് താഴെ പറയുന്ന ഏത് നദിയിലാണ് ഉകായ് ഡാം സ്ഥിതി ചെയ്യുന്നത്? തപ്തി നദിയിലാണ് ഉകായ് ഡാം സ്ഥിതി ചെയ്യുന്നത്. തപ്തി നദിയിലാണ് ഉകായ് ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ തെയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ അണക്കെട്ട് രവി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രവി നദിയിലാണ് തെയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട്. അതുപോലെ തന്നെ പോങ് അണക്കെട്ട് ബിയാസ് നദിയിലാണ്. പോങ് അണക്കെട്ട് ബിയാസ് നദിയിലും സ്ഥിതി ചെയ്യുന്നു. ഇവയൊക്കെ ചോദിക്കാറുണ്ട് PSC. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം,
ചുട്ടക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ബീയിങ് കൺസ്ട്രക്റ്റഡ് ബൈ NHPC ഇൻ കാർഗിൽ ഈസ് ഓൺ ദ റിവർ. അതായത് താഴെ പറയുന്ന ഏത് നദിയിലാണ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ചുട്ടക് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്? സുരു നദിയിലാണ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ചുട്ടക് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് സുരു നദിക്കരയിലാണ്. സുരു നദിയിലാണ് ഇപ്പോൾ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ചുട്ടക് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. കൺസിഡറിങ് സീ ട്രാൻസ്പോർട്ട് GPS സ്റ്റാൻഡ്സ് ഫോർ. അതായത് GPS-ൻ്റെ ഫുൾ ഫോമാണ് ഇവിടെ ചോദിക്കുന്നത്. GPS-ൻ്റെ ഫുൾ ഫോം എന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റംസ് എന്നതാണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നതാണ് GPS-ൻ്റെ പൂർണ്ണരൂപം. GPS വികസിപ്പിച്ചത് അമേരിക്കയാണ്. GPS കണ്ടുപിടിച്ചത് അമേരിക്കയാണ്. GPS പോലെ തന്നെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഗതിനിർണയ സംവിധാനമാണ് നാവിക്. GPS പോലെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഗതിനിർണയ സംവിധാനമാണ് നാവിക്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. അൻഷി നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. അതായത് അൻഷി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ് അൻഷി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു ദേശീയോദ്യാനങ്ങളാണ് ബന്ദിപ്പൂർ, ബന്നാർഘട്ട, കുദ്രേമുഖ്, നാഗർഹോള എന്നിവ. കർണാടകയിലെ 5 ദേശീയോദ്യാനങ്ങളാണ് അൻഷി ദേശീയോദ്യാനം, ബന്ദിപ്പൂർ, ബന്നാർഘട്ട, കുദ്രേമുഖ്, നാഗർഹോള. ഇവയൊക്കെ PSC ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വിച്ച് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈവറ്റ് എയർലൈൻ ടു ലോഞ്ച് ഫ്ലൈറ്റ്സ് ടു ചൈന. അതായത് ചൈനയിലേക്ക് സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർലൈൻ കമ്പനി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ജെറ്റ് എയർവേസ് ആണ്. ജെറ്റ് എയർവേസ് ആണ് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് സർവീസ് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സ്വകാര്യ എയർലൈൻ കമ്പനി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ആണ് ജെറ്റ് എയർവേസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർലൈൻസ് ആണ് ജെറ്റ് എയർവേസ്. അതുപോലെ തന്നെ 2017 ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ പുതിയ സ്വകാര്യ എയർലൈൻസ് ആണ് സൂം എയർ. 2017 പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ പുതിയ സ്വകാര്യ എയർലൈൻസ് ആണ് സൂം എയർ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാന ഈസ് ലൊക്കേറ്റഡ് അറ്റ്. അതായത് ദേശീയ വാഴപ്പഴ ഗവേഷണ കേന്ദ്രം, അത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ട്രിച്ചിയാണ്. ട്രിച്ചിയിലാണ് ദേശീയ വാഴപ്പഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂരിലെ കണ്ണാറയിലാണ്. കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. പാഗൽപന്തി മൂവ്മെൻറ്റ് വാസ് ഓഫ്. അതായത് പാഗൽപന്തി പ്രസ്ഥാനം താഴെ കൊടുത്തിട്ടുള്ളവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഗാരോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാഗൽപന്തി പ്രസ്ഥാനം ഗാരോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാരോ എന്നത് ഒരു ആദിവാസി ഗോത്രവിഭാഗമാണ്. അതുപോലെ തന്നെ ഗാരോ, ഖാസി എന്നിവ മേഘാലയയിലെ ആദിവാസി ഗോത്രങ്ങളാണ്. ഗാരോ, ഖാസി എന്നിവ മേഘാലയയിലെ ആദിവാസി ഗോത്രങ്ങളും മേഘാലയയിലെ 2 മലകളുടെ പേരുമാണ്. അത് PSC ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ വാസ് റൂൾഡ് ബൈ ദ അഹോം ഡൈനാസ്റ്റി. അതായത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് സംസ്ഥാനമാണ് പ്രാചീന കാലത്ത് അഹോം രാജവംശം ഭരിച്ചിരുന്നത്? ഉത്തരം ആസാമാണ്. ആസാം ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു അഹോം രാജവംശം. അഹോം രാജവംശം സ്ഥാപിച്ചത് ചവോലുങ് സുഖഫയാണ്. ചവോലുങ് സുഖഫയാണ് അഹോം രാജവംശം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ത്രിപുര ഭരിച്ചിരുന്ന രാജവംശം
മാണിക്യ രാജവംശമായിരുന്നു. ത്രിപുര ഭരിച്ചിരുന്ന രാജവംശമാണ് മാണിക്യ രാജവംശം. ഇതും PSC ചോദിക്കാറുണ്ട്, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, അതും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം, വിച്ച് മൗണ്ടെയിൻ റേഞ്ച് സെപ്പറേറ്റ്സ് ദ ഇൻഡോ-ഗാൻജറ്റിക് പ്ലെയിൻ ഫ്രം ഡെക്കാൻ പ്ലാറ്റ്യൂ? അതായത് ഏത് പർവ്വതനിരയാണ് ഇൻഡോ-ഗാൻജറ്റിക് സമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത്? ഏത് പർവ്വതനിരയാണ് ഇന്ത്യ-ഗംഗാ സമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നത്? ഉത്തരം വിന്ധ്യ പർവ്വതനിരയാണ്. വിന്ധ്യ പർവ്വതനിരയാണ് ഇന്തോ-ഗംഗാ സമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യാപർവ്വതം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും തരംതിരിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യാപർവ്വതം. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം, ദ ടൈഡൽ പോർട്ട് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ വേലിയേറ്റ തുറമുഖം. ഇന്ത്യയുടെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കാണ്ഡല. ഗുജറാത്തിലാണ് കാണ്ഡല തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖമാണ് കാണ്ഡല. അതുപോലെ തന്നെ ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാണ്ഡല. ഇവയൊക്കെ PSC ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കുക. അടുത്ത 15ാമത്തെ ചോദ്യം, ദ ജരാവാസ് വാസ് ട്രൈബൽ പീപ്പിൾ ഓഫ്, അതായത് ജരാവാസ് എന്നത് എവിടെയുള്ള ആദിവാസി ഗോത്ര വിഭാഗങ്ങളാണ്? ഉത്തരം ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളിലെയാണ്. ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളാണ് ജരാവ, ഓൻഗോ എന്നിവ. അതുപോലെ തന്നെ കോൾ എന്നത് മധ്യപ്രദേശിലെ ഗോത്ര വിഭാഗമാണ്. കോൾ എന്നത് മധ്യപ്രദേശിലെ ഗോത്ര വിഭാഗമാണ്. അതും PSC ചോദിക്കാറുണ്ട്. മധ്യപ്രദേശിലെ ഗോത്ര വിഭാഗമാണ് കോൾ. കൂടാതെ സാന്താൾ എന്നത് ബീഹാറിലെ ഗോത്ര വിഭാഗമാണ്. സാന്താൾ എന്നത് ബീഹാറിലെ ഗോത്ര വിഭാഗമാണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം, ഹൂ എമംഗ് ദ ഡൽഹി സുൽത്താൻസ് വാസ് നോൺ ആസ് ലാഖ് ബക്ഷ്, അതായത് ഡൽഹി സുൽത്താൻമാരിൽ ലക്ഷാബക്ഷ എന്നറിയപ്പെടുന്നത് ആര്? ലക്ഷാബക്ഷ എന്നറിയപ്പെടുന്നത് കുത്തബ്ദീൻ ഐബക്കാണ്. അതായത് ലക്ഷങ്ങൾ നൽകുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലക്ഷാബക്ഷ എന്നറിയപ്പെടുന്നത് അടിമവംശ സ്ഥാപകനായ കുത്തബ്ദീൻ ഐബക്കാണ്. കുത്തബ്ദീൻ ഐബക്കാണ് അടിമവംശം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം, ദ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് വർക്ക് രാഗ് ദർപ്പൺ വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദ റെയിൻ ഓഫ്, അതായത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ആസ്പദമാക്കിയിട്ടുള്ള കൃതിയായ രാഗദർപ്പൺ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരുടെ ഭരണകാലത്ത് എന്നാണ് ചോദിക്കുന്നത്. അത് ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ഭരണകാലത്താണ്. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ഭരണകാലത്താണ് രാഗദർപ്പൺ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. അതുപോലെ തന്നെ ഉപനിഷത്തുകൾ വിവർത്തനം ചെയ്തത്, ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് അക്ബറുടെ മകനായ ദാരാ ഷിക്കോവാണ്. അക്ബറുടെ മകനായ ദാരാ ഷിക്കോവാണ് ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. അതും PSC ചോദിക്കാറുണ്ട്. കൂടാതെ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് അബുൾ ഫൈസിയാണ്. അതുകൂടി ഓർത്തു വെക്കുക. അടുത്ത 18ാമത്തെ ചോദ്യം, ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് വിച്ച് എമംഗ് ദ ഫോളോയിങ്, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ തന്നെയാണ്. അതുകൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം
19ാമത്തെ ചോദ്യം, ദ ട്രീറ്റി ഓഫ് സീഗളി ഡിഫൈൻഡ് ദ റിലേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വിത്ത് വിച്ച് എമംഗ് ദ ഫോളോയിങ് നെയ്ബേഴ്സ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യക്ക് ഏത് അയൽരാജ്യവുമായുള്ള ബന്ധമാണ് സീഗളി ഉടമ്പടിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം നേപ്പാളുമായുള്ള ബന്ധമാണ്. ബ്രിട്ടീഷ് ഇന്ത്യക്ക് നേപ്പാളുമായുള്ള ബന്ധമാണ് സീഗളി ഉടമ്പടിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ ഉടമ്പടി ഒപ്പുവെച്ചത് 1816 1816 സീഗളി ഉടമ്പടി ഒപ്പുവെച്ചത്. ഇതും ഓർത്തു വെക്കണം. അടുത്ത 20ാമത്തെ ചോദ്യം, ദ റെഗുലേഷൻ 17 പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് റിലേറ്റഡ് ടു. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ റെഗുലേഷൻ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് നിയമം 17 സതി നിരോധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എബോളിഷൻ ഓഫ് സതി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സതി നിരോധിച്ചത് വില്യം ബെൻറ്റിക് പ്രഭുവാണ്. വില്യം ബെൻറ്റിക് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1829 സതി നിരോധിച്ചത്. 1829 വില്യം ബെൻറ്റിക് പ്രഭു സതി നിരോധിച്ചത്. വർഷം പ്രത്യേകം ഓർത്തു വെക്കണം, ചോദിക്കാറുണ്ട്. അടുത്ത 21ാമത്തെ ചോദ്യം, ദ സാരാബന്ദി ക്യാമ്പയിൻ ഓഫ് 1922 വാസ് ലെഡ് ബൈ. അതായത് 1922 സാരാബന്ദി ക്യാമ്പയിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു 1922 സാരാബന്ദി ക്യാമ്പയിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. ഇതും PSC ചോദിക്കാറുണ്ട്, വർഷം പ്രത്യേകം പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, അടുത്ത 22ാമത്തെ ചോദ്യം, ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഓൺ. അതായത് ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷമാണ് ചോദിക്കുന്നത്. അത് 2015 2015 ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്. 2015 ജൂലൈയിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഗ്രാമീണ മേഖലയിൽ ഇൻ്റർനെറ്റ് ലഭ്യത വർദ്ധിപ്പിക്കാൻ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം, 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഗവൺമെൻറ് ഇഷ്യൂഡ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇൻ ദ ഇയർ. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയ വർഷമാണിവിടെ ചോദിക്കുന്നത്. അത് 1961 1961 ഇന്ത്യൻ ഗവൺമെൻറ് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത്. അതുപോലെ തന്നെ 1987 ഇന്ത്യ ഗവൺമെൻറ് സതി നിരോധന നിയമം പാസ്സാക്കിയത്. 1987 ഇന്ത്യ ഗവൺമെൻറ് സതി നിരോധന നിയമം പാസ്സാക്കിയത്. ഇതും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്, അതിനാൽ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, 24ാമത്തെ ചോദ്യം, വേർ വാസ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റഡ്. അതായത് എവിടെ നിന്നാണ് സാർവജനനീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ സ്വീകരിച്ചത്? അത് പാരീസിൽ നിന്നാണ്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ സർവജനനീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. വർഷം അതുപോലെ തന്നെ തീയതി പ്രത്യേകം പഠിച്ചു വെക്കുക. 1948 ഡിസംബർ 10 1948 ഡിസംബർ 10 പാരീസിൽ വെച്ച് ഐക്യരാഷ്ട്രസഭ സർവജനനീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ഇതിനെ തുടർന്നാണ് എല്ലാ വർഷവും ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്. 1950 മുതലാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അടുത്ത ചോദ്യം, 25ാമത്തെ ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ ചെയർമാൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ സബ് കമ്മിറ്റി ചെയർമാൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അത് JB കൃപലാനിയാണ്.
ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ സബ് കമ്മിറ്റി ചെയർമാൻ JB കൃപലാനിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇതും PSC ചോദിക്കുന്നൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ എംപവേഴ്സ് ദ പ്രസിഡന്റ് ടു അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അതായത് രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദിക്കുന്നത്. അത് ആർട്ടിക്കിൾ 75 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 75 ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെപ്പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യം. ഹൂ എമംഗ് ദ ഫോളോയിങ് ഡിഡ് നോട്ട് സെർവ് ആസ് ദ വൈസ് പ്രസിഡൻറ്റ് ബിഫോർ ബിക്കമിങ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? അതായത് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാവുന്നതിന് മുമ്പ് ഉപരാഷ്ട്രപതിയായി പ്രവർത്തിക്കാത്തത്? ഉത്തരം നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാവുന്നതിന് മുമ്പ് ഉപരാഷ്ട്രപതിയായി പ്രവർത്തിക്കാത്തത്. അതുപോലെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഒരു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം പിന്നീട് രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. കൂടാതെ ബിരുദധാരിയല്ലാത്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഇക്കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യം. പിപ്പാവാവ് ഇൻ ഗുജറാത്ത് ഈസ് ബെസ്റ്റ് നോൺ ഫോർ വിച്ച് എമംഗ് ദ ഫോളോയിങ്? അതായത് ഗുജറാത്തിലെ പിപ്പാവാവ് എന്നത് താഴെ പറയുന്നവയിൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഗുജറാത്തിലെ പിപ്പാവാവ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമാണ് പിപ്പാവാവ്. ഗുജറാത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്രയാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖമാണ് പിപ്പാവാവ്. ഇവ രണ്ടും PSC ചോദിക്കുന്നവയാണ്. അതിനാൽ പഠിച്ചു വെക്കുക. 29ാമത്തെ ചോദ്യം. അറ്റ് വിച്ച് പ്ലേസ് അളകനന്ദ ആൻഡ് ഭാഗീരഥി മീറ്റ്സ് ആൻഡ് ടേക്ക് നെയിം ഗംഗ? അതായത് എവിടെ വെച്ചാണ് അളകനന്ദയും ഭാഗീരഥിയും തമ്മിൽ സംഗമിക്കുന്നതും ഗംഗ എന്ന പേര് സ്വീകരിക്കുന്നതും? ഉത്തരം ദേവപ്രയാഗാണ്. ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്നതും ഗംഗ എന്ന പേരിൽ ഒഴുകിത്തുടങ്ങുന്നതും ദേവപ്രയാഗിൽ നിന്നാണ്. അതുപോലെ തന്നെ ഗംഗയും യമുനയും സംഗമിക്കുന്നത് അലഹബാദിൽ വെച്ചാണ്. ഗംഗയും യമുനയും സംഗമിക്കുന്നത് അലഹബാദിൽ വെച്ചാണ്. ഇവിടെ നിന്നാണ് സരസ്വതി നദിയും സംഗമിക്കുന്നത്. ഇതാണ് ത്രിവേണി സംഗമം. അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യം. ഇൻ വിച്ച് റിവർ ഇന്ത്യാസ് ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ് മാജുലി ഈസ് സിറ്റുവേറ്റഡ്? അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത്. ഇത് ആസാമിലാണ്. ആസാമിലാണ് മാജുലി എന്ന നദീജന്യ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയാണ് മാജുലി. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ലയാണ് മാജുലി. 2016 മാജുലിയെ ആസാമിൻ്റെ 35ാമത്തെ ജില്ലയായി പ്രഖ്യാപിച്ചു. 2016 മാജുലിയെ ആസാമിലെ 35ാമത്തെ ജില്ലയായി പ്രഖ്യാപിച്ചത്. ഇത് വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. നമ്മൾ ഇന്ന് നോക്കിയത് 30 ചോദ്യങ്ങളാണ്. ഇതേ പരീക്ഷയുടെ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ഒരു വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.